നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേത് തൊട്ടാവാടിയാകുന്നു, രണ്ടാമത്തേതായ ചിത്രം തുമ്പയാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ ചിത്രമായ തൊട്ടാവാടിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. തിരിച്ചടികളുടെ കാലമാണ്, അല്ലെങ്കിൽ പല വിധത്തിലുള്ള തിരിച്ചടികൾ, ധനപരമായ നഷ്ടങ്ങളോ മാനസികപരമായ പ്രയാസങ്ങളോ അത്ര ശുഭകരമല്ലാത്തതായ കാര്യങ്ങളോ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തികളാണ് എന്ന് പരാമർശിക്കാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ തരണം ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനമാണ് എങ്കിലും തിരികെ നൽകാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വലിയ വിഷമങ്ങൾക്ക് കാരണമാകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പല വിധത്തിലും അപമാനം നേരിടേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. പലപ്പോഴും വിചാരിക്കുന്നതായ കാര്യങ്ങൾ നടക്കാത്തതായ സാഹചര്യം, വായ്പാ തടസ്സങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. പ്രത്യേകിച്ചും ചിലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാനുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഉടനെ തന്നെ സംഭവിക്കണം എന്നില്ല, എന്നാൽ ക്രമേണ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കുടുംബത്തിൽ പല വിധത്തിലുള്ള കലഹങ്ങളുണ്ട്. അത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്നതും വാസ്തവമാണ്. ആഗ്രഹങ്ങൾ പോലും നടക്കാത്തതായ സാഹചര്യം, പലപ്പോഴും പ്രവൃത്തികൾ ചെയ്യുന്നു എങ്കിൽ പോലും അത് തിരിച്ചടിക്കുന്നതായ സാഹചര്യം, കാര്യങ്ങൾ അനുകൂലമാകാത്തതായ സാഹചര്യമാണ് ഉള്ളത്. നല്ലത് ആഗ്രഹിച്ച് പല കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് അത് തിരിച്ചടിയായി മാറുന്നു എന്നതും വളരെ വിഷമകരമായ ഒരു കാര്യമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ തന്നെ ഏത് കാര്യമാണ് എങ്കിലും വ്യക്തമായി ആലോചിക്കാതെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ക്രമേണ ഗുണകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാകുന്നു. അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹങ്ങൾ നടക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കാര്യ തടസ്സങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അംഗീകാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. രാഷ്ട്രീയപരമായ ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. ബിസിനസ് പരമായി നേട്ടങ്ങൾ അഥവാ ലാഭം നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അധിക വരുമാനം തന്നെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നേരായ വഴിയിലൂടെ തന്നെ ധനം സ്വന്തമാക്കുവാൻ അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ ഉയരുന്നു എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധയോടെ നീങ്ങേണ്ടതായ സമയമാകുന്നു. തിരിച്ചടികളിൽ തളരാതെ മുന്നോട്ട് തന്നെ പോവുക. 2 മാസത്തിനുള്ളിൽ തന്നെ അല്പം കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ഈ സമയം പ്രധാനമായും
പരമശിവനെ ഭജിച്ച് മുന്നോട്ടു പോകുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് ധാരയും പിൻവിളക്കം നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. രണ്ടാമത്തെ ചിത്രമായ തുമ്പയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ലാഭം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അഭീഷ്ട നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ആരോഗ്യപരമായ ഉയർച്ച, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ചിന്തിച്ച് ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായ ഉയർച്ച, ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ വളരെയധികം നിറയുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പൊതുപ്രവർത്തകർക്കും അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബത്തിൽ സൗഖ്യം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൃഷിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരാം. നടക്കില്ല എന്ന് വിചാരിക്കുന്നതായ പല കാര്യങ്ങളും ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. വീട്, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഇത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ഗുണാനുഭവങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹങ്ങൾ പലതും നടക്കുന്നതായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സാഹചര്യങ്ങൾ അനുകൂലമായി തീരാം. ഏത് കാര്യവും ഗുണകരമായി തീരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഏത് കാര്യങ്ങളിലും പ്രവൃത്തി വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. കുടുംബ സൗഖ്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബന്ധുഗുണം ജീവിതത്തിൽ വന്ന് ചേരുന്നതായ സമയമാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കുടുംബ സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കാര്യ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അംഗീകാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് രാഷ്ട്രീയപരമോ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടോ വിധിയുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതുമാണ്. ബിസിനസ് പരമായി നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം ഒരു പരിധിവരെ കണ്ടെത്തുവാൻ സാധിക്കും. വരുമാന വർധനവ് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. നേരായ വഴിയിലൂടെ തന്നെ ധനം സമ്പാദിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന ദോഷകരമായ ഫലങ്ങളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടത് അനിവാര്യമാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തീരും. ഇപ്പോൾ അനുഭവിക്കുന്നതായ ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന ചിന്ത പ്രത്യേകം നിങ്ങളിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്.